ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കല്ലറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് നമ്മുടെ ഏരിയയിൽ തന്നെ ഒന്ന് വെറുതെ ഇറങ്ങുന്ന, റോഡിലൊന്നും പോയിട്ടില്ല, നമ്മുടെ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്കാണ് നിങ്ങളെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നത്. ഐറ്റത്തിൻ്റെ ഒരു പേര് നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട്, ചട്ടിയിൽ ചുട്ട ചിക്കൻ. പേര് കേട്ട് ചിരിക്കണ്ട, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ ഒരു ചാനൽ. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ശരി എന്നാൽ. ചിക്കനൊക്കെ ആദ്യം തന്നെ കഴുകിയെടുക്കാം. നമ്മൾ വലിയ പീസായിട്ടാണ് വെട്ടി വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഒറ്റ കോഴിയെ വാങ്ങിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 2 കാലേ ഉള്ളൂ, 2 മക്കളുമുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കാം. ചിലപ്പോൾ പണി പാളിയാൽ പിന്നെ ചിക്കൻ മൊത്തം പാഴി പോയില്ല. അതുകൊണ്ട് ഒരു ചിക്കനിൽ നമുക്ക് ആദ്യം ഉണ്ടാക്കി നോക്കാം. എല്ലാം പോട്ടെ. ഇപ്പോൾ 2 കാലേ ഉള്ളൂ. മക്കൾക്ക് ഏത് വേണം? ഈ കാല അപ്പോൾ ആദ്യലക്ഷ്മിക്കാണ് കേട്ടോ. നമ്മളെ പേര് ആദ്യലക്ഷ്മി എന്നാണ്. എല്ലാവരും കഴിഞ്ഞ ദിവസം പേരൊക്കെ ചോദിച്ചിട്ടായിരുന്നു മക്കളെ പേര്. മോൻ്റെ പേര് അഭിനന്ദ്. ഓക്കെ, ഇനി മക്കളെ ദൂരോട്ട് പോയി നിൽക്കും, ഇതിൻ്റെ വെള്ളമൊക്കെ തെറിക്കും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. അങ്ങനെ നല്ലപോലെ താഴ്ത്തി വരയണം. അതുപോലെ അടുത്തടുത്ത് നമുക്ക് വരഞ്ഞേക്കുമ്പോൾ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ഉള്ളിലേക്കൊക്കെ മസാല അകത്തേക്ക് കയറി നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ അതിനകത്ത് പിടിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അടുത്തടുത്ത് ആഴത്തിൽ നല്ലതുപോലെ വരഞ്ഞെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ വരഞ്ഞ് എടുക്കാം. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഒരു മസാല തയ്യാറാക്കി എടുക്കണം. ഇതിന് ഈ ചിക്കനിൽ പുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടിന് വേണ്ടി എടുത്ത സാധനങ്ങൾ നോക്കാം. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൽ 2 ചെറിയ ഉള്ളി കൂടെ നമ്മൾ നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ്. പിരിയമുളകിൻ്റെ പൊടിയും നമ്മളിവിടെയൊക്കെ പറയും. അതാണ്. നല്ല കളർ കിട്ടും, എരിവ് കുറവായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്, നാടൻ കുരുമുളക് പൊടി. ഇത് ഗരം മസാല പൗഡറാണ്, നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. അതായത് പെരുംജീരകം, പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലം എല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയാണ്. ഒരു നാരങ്ങ ഇപ്പോൾ നമ്മൾ ഒരു കോഴിയുള്ളൂ, അപ്പോൾ ഒരു പകുതി നാരങ്ങ മതിയാവും. പിന്നെ നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ കട്ട് ചെയ്തെടുത്ത നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി 2 ചെറിയ ഉള്ളി അരച്ച പേസ്റ്റ് കൂടെ അതിലേക്ക് ഇട്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ അത് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കുഴമ്പ് പോലെ നമുക്കതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ കാശ്മീരി ചില്ലിയുടെ പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് നല്ല കളർ വരുന്നത്. എരിവ് കുറവായിരിക്കും, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് കുറച്ച് മതി. അപ്പോൾ മസാല ഏകദേശം നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് നേരെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. നമ്മൾ വരഞ്ഞിരിക്കുന്ന അതിനകത്തേക്കൊക്കെ മസാല നല്ലതുപോലെ കയറത്തക്ക രീതിയിൽ വേണം കവർ ചെയ്ത് വരാനായിട്ട്. ഉള്ളിലൊക്കെ ഇരിക്കുന്ന മസാലയൊക്കെ നമ്മുടെ ചട്ടിയുടെ അകത്ത് ഇരുന്നത് വെന്ത് നല്ല ടേസ്റ്റായിട്ട് ഇറച്ചിയിലൊക്കെ നല്ലതുപോലെ പിടിക്കും. അപ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ വിടവുകളിലെല്ലാം നമ്മൾ വരഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തും ഈ മസാല നല്ലതുപോലെ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ പീസും നമുക്കിതുപോലെ തേച്ച് എടുക്കാം.
നല്ലപോലെ അതിനെ അങ്ങ് തേച്ച് പിടിപ്പിച്ചില്ലേ സ്ഥലമല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസിലെല്ലാം നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കുറേ സമയം ഒരു ഒരു മണിക്കൂർ ഇരുന്നാലും നല്ലതായിരിക്കും. 1 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. നമുക്ക് ഇതുപോലെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്, കുറച്ച് കനലൊക്കെ റെഡിയാക്കുന്നൊരു പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് ചിരട്ടയൊക്കെ വെച്ചിട്ട് നല്ലപോലെ കത്തിച്ചെടുക്കാം. ഒരുപാട് കുറച്ച് കനലിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചിരട്ടയൊക്കെ ഉപയോഗിച്ച് ആദ്യം കത്തിക്കാം. നമ്മളെ അടുപ്പെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കട്ട ഉയർത്തി വെച്ചിട്ടില്ല. കാര്യം നമുക്ക് ചെറിയ പൊക്കം കുറഞ്ഞ അടുപ്പ് മതി. കനലിൻ്റെ ആവശ്യമാണ്. നമുക്ക് അടുപ്പ് നല്ലപോലെ ആദ്യം ഒന്ന് കത്തിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് കത്തിപ്പിടിക്കട്ടെ. നമുക്ക് കുറച്ച് വിറകും എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. കത്തിച്ച് കനൽ ഒരു കുമ്പാരാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് വരികയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഒരു വലിയൊരു ജോലിയുണ്ട്. അടുക്കളയിൽ കയറി ഒരു ചട്ടി അടിച്ചു മാറ്റുക എന്നുള്ളത്. ചട്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എടുത്തുകൊണ്ട് ഓടുന്ന വഴിക്ക് അമ്മമാരറിയുന്ന ചൂല് വന്ന് മുതുകത്ത് വിടാതെ നോക്കിക്കൊള്ളണം. അത് ഞാൻ ഉത്തരവാദിയല്ല. തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 വാഴയില നമുക്ക് വാട്ടിയെടുക്കണം. അത് നല്ല കീറിപ്പോകാത്ത നോക്കി 2 നല്ല വാഴയില വാട്ടി വയ്ക്കണം. നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ കയറി ഒരെണ്ണം അടിച്ച് മാറ്റിയിട്ടുണ്ട്. പുറകെ വരുന്നതെന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടിയും അതിന് പറ്റിയ ഒരു അടപ്പുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചട്ടി ഇങ്ങനെ അടയ്ക്കുമ്പോൾ അത് സ്യൂട്ടാണ്. അപ്പോൾ ആ അടപ്പിനെ നമുക്ക് എടുത്ത് തിരിച്ച് അതുപോലെ വയ്ക്കുമ്പോഴും കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ സീറ്റിംഗ് ആവുന്ന ഒരു പാത്രമാണ് നമുക്ക് ആവശ്യം. നമുക്കിനി ഇത് അടുപ്പിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നല്ല കനലെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഈ ചട്ടി ഇതിൽ അടുപ്പിലേക്കൊന്ന് വെച്ച് സ്യൂട്ടാവും നോക്കാം. നോക്കിയതിന് ശേഷം അത് ചട്ടിയുടെ ജലാംശം എല്ലാം ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീതിയുള്ള അടുപ്പ് വെച്ചിരിക്കുന്നതുകൊണ്ട് വേറെ ഒരു ഉപയോഗമുണ്ട്. കാറ്റടിച്ച് പെട്ടെന്ന് കയറത്തില്ല. നമുക്ക് പെട്ടെന്ന് അതിൽ കനലിൻ്റെ ചൂടൊക്കെ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചട്ടി ചെറുതായിട്ട് ചൂടായി. ഇനി നമുക്ക് വാട്ടി വെച്ചിരുന്ന ഇല നമുക്ക് ഈ ചട്ടിയുടെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരില കൂടെ നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഇല പൊട്ടുകയോ മറ്റോ ചെയ്താൽ പ്രശ്നം. നമുക്ക് ഒരില കൂടെ അതിൻ്റെ മീതെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇലയും കൂടെ നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കൂടെ ഇതിലേക്ക് വയ്ക്കാം. നമ്മളെ മസാല എല്ലാം പിടിച്ചിരിക്കുകയാണ്. ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഈ ചട്ടിയുടെ അകത്തേക്ക് വയ്ക്കാം. നമ്മുടെ ഒരു കോഴി, ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു കോഴിയുടെ ഇറച്ചി ഫുള്ളായിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റും. ആ സൈസ് ചട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ 2 കോഴിയൊക്കെ വെക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒന്നും മീതെ, അതായത് മുകളിലായിട്ട് വരാതെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടും. നമ്മൾ സാധാരണ ഗ്രില്ലിലൊക്കെ ചെയ്യുന്ന ഇതില്ലേ, ചിക്കനില്ലേ, അതിൻ്റെ അൽഫാം, അതിൻ്റെ വേറൊരു മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫ്ലേവർ നഷ്ടപ്പെടാതെ എടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇല്ല. ഇപ്പോൾ ചിക്കൻ മൊത്തം ചട്ടിയുടെ അകത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്തിടാം. മുകൾ ഭാഗത്ത് ഇലയോ മറ്റൊന്നും ഇടണ്ട. ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനെ അടച്ച് എടുക്കാം. അപ്പോൾ നമുക്കിതിനെ അടച്ചെടുക്കാം. നമ്മൾ ചട്ടി വെച്ച് അടയ്ക്കുമ്പോഴേ എങ്ങനെയായാലും ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് മൈദ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ദം ബിരിയാണിയിലൊക്കെ ദം ഇടാനായിട്ട് ഇതുപോലെ മൈദ വയ്ക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് ഇതിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊന്നും പോവാതെ, നമ്മുടെ മസാലയുടെ ഫ്ലേവറൊന്നും പോവാതെ കിട്ടും. അഭിയൊന്ന് പിടിച്ചത്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മണമൊന്നും പോവാതെ നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ, ഗ്രില്ലിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം നഷ്ടപ്പെട്ടു പോയി അവസാനം കരിയുടെ മണവും കരിയുടെ ചുവയും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഫ്ലേവർ നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം കവറായിട്ടുണ്ട്. ഇനി നമ്മുടെ അടപ്പ് അതിലെടുത്ത് നമുക്ക് നല്ലതുപോലെ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. എല്ലാ ഭാഗവും കറക്റ്റാണോ നോക്കിയതിന് ശേഷം അങ്ങ് നല്ലതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താണ്. പ്രസ് ചെയ്ത് ഇപ്പോൾ അതാ ലോക്കാണ്. ഒരെയർ അങ്ങോട്ടോ ഒരെയർ ഇങ്ങോട്ടോ ഇല്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പുക കയറത്തുമില്ല, മണം പോകത്തുമില്ല. ഇതാണ് ഫ്ലേവർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ അതിൻ്റെ പണി. ഓക്കെ, ഇനി നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പിൽ നല്ല കനലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ല സീറ്റിംഗായി. നമുക്ക് അടുപ്പിനകത്ത് കിടക്കുന്ന കനൽ കുറച്ച് കോരി ഈ മുകൾ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. കനൽ നമുക്ക് തീർത്ത് കോരി ഇടാം. നമ്മൾ പിന്നെ കത്തിയിരിക്കുന്ന വിറവുകൾ ചെറുതായിട്ട് നീക്കി വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ചെറിയ തീ ഉണ്ടാകും. ആ ഒരു ചെറിയ തീ മാത്രം മതി അടിയിൽ.
തീ വലുതായിട്ട് കത്തരുത്, ചെറിയ തീ, വിറവിൻ്റെ ചൂട് മതി. ഒരടപ്പ് പാത്രം എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് വീശി കൊടുത്താൽ മേൾ ഭാഗത്ത് നല്ല തീ, നല്ല ചൂട് നല്ലതുപോലെ കിട്ടും. അതൊന്ന് വീശി നമുക്ക് ചൂടാക്കി കൊടുക്കും. അപ്പോൾ ഏകദേശം 50 മിനിറ്റോളമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തിരിക്കുന്ന കണലെല്ലാം ഇനി കോരി മാറ്റി കൊടുക്കാം. നമുക്കിതിനെ തുറക്കാനുള്ള പ്ലാനാണ്. നമുക്ക് അതിൻ്റെ അടപ്പിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്ന ചാരമുണ്ട്, ചാമ്പലേ, അതെല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അകം തുറക്കുമ്പോൾ അകത്തേക്കൊന്നും വീഴില്ല. അപ്പോൾ ഇനിയും നമുക്ക് ക്ഷമിക്കാനുള്ള സമയമില്ല. ഏകദേശം 50 മിനിറ്റായി. നമുക്ക് തുറക്കാം. അടപ്പ് നല്ല എയർ ടൈറ്റ് ആയിരിക്കണം. അടപ്പ് അങ്ങോട്ട് പൊങ്ങിയപ്പോൾ തന്നെ ചെറിയ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ എയർ അപ്പോൾ എന്തായാലും നമുക്കിതിനെ എങ്ങനെയും തുറന്നെടുക്കാം. എന്താ മണം, എന്താ കഥ! അതാ എന്ത് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. അത് അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ, ഗ്രില്ലിൽ ചെയ്യുന്ന അതേ മോഡലാണ്. പക്ഷേ ഫ്ലേവർ ശകലം പോലും പുറത്ത് പോയിട്ടില്ല. എന്താ മണം! അങ്ങനെ നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ചട്ടിയിൽ ചുട്ട ചിക്കൻ അടിപൊളി. കാണുമ്പോഴേ അറിയില്ലേ അതിൻ്റെ സ്വാദ് എന്തായിരിക്കുമെന്ന്. ഇനി നമ്മളിത് ടേസ്റ്റ് നോക്കുന്ന ഭാഗമാണ്. സന്ധ്യയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചട്ടിയിൽ ചുട്ട ചിക്കന് വലിയ ഡെക്കറേഷനൊന്നും കൊടുക്കുന്നില്ല, അതിനൊന്നുള്ള സമയമില്ല. നമ്മളിത് കഴിക്കാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അത് വൈകുന്നേരമായിപ്പോയി, വെളിച്ചവും വളരെ കുറവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ഫ്ലേവറാണ്. നമുക്ക് ഇതിനി കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്ടിയിൽ, മൺചട്ടിയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അല്പം വെളിച്ചെണ്ണ മാത്രമേ ചേർത്തുള്ളൂ. നമുക്കൊരു കുറച്ച് നാരങ്ങ നീരൊക്കെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, കണ്ടിട്ട് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് രണ്ടുപേർക്കും? അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ, സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. നമ്മൾ വൈകിട്ടാണ് തുടങ്ങിയത്, ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചു നോക്കാം. ആദ്യം ഈ കാലിൻ്റെ അവകാശം ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ കാല് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അതാ കഴിച്ചു നോക്കടാ. സൂപ്പറാണ്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതെല്ലാ ഫ്ലേവറും, ഒരു മണം പോലും പുറത്ത് പോയിട്ടില്ല. എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാലൊക്കെ കണ്ട നല്ല വെന്ത് അടിപൊളി. മക്കളെ പിടിച്ചോ, 2 കൈ കൊണ്ട് പിടിച്ചോ. ഓക്കെ, കഴിച്ചോ. ഓക്കെ, അതെ കടിച്ച് വലിച്ചെടുത്തേ. അതെ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്നെ അവരെ കാല് ഞാനിവിടെ ചക്കല അടിച്ചു മാറ്റാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബക്കറ്റ് ചിക്കനൊന്നും ഒന്നുമല്ല, അത് വേവത്തൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഉള്ളിൽ പല ഭാഗം വേവാതെ കിട്ടും. ഇത് കംപ്ലീറ്റ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ശകലം പോലും പുക കയറിയിട്ടില്ല. നമ്മൾ ആ മൈദയൊക്കെ വെച്ച് മിക്സ് ചെയ്ത് അടച്ച് സീൽ ചെയ്തുകൊണ്ട് ശകലം പോലും പുക അകത്ത് കയറിയിട്ടില്ല. അതുപോലെ തന്നെ ശകലം പോലും നമ്മുടെ ഇതിൻ്റെ മണം പോലും പുറത്ത് പോയിട്ടില്ല. നല്ല കിടിലമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. സ്നേഹപൂർവ്വം, കല്ലറയുടെ കലവറ. ഓക്കെ, ബൈ ബൈ, സീ യു.